ഹായ് എവരിവൺ, ഇതെൻ്റെ ചാനലിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാനൊരു 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള കാരണങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്കൊന്ന് ആ വീഡിയോസിന് വലിയ രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എനിക്കറിയാം തുടക്കത്തിൽ എൻ്റെ വീഡിയോസിന് വലിയ രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നത്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കുറേ വ്യൂവേഴ്സും അല്ലെങ്കിൽ കുറേ സബ്സ്ക്രൈബറൊക്കെ ആവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനിപ്പം യുഎഇയിൽ ഏകദേശം ഒരു 5 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും സെയിം റൂട്ടീൻ തന്നെയാണ്. രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് വരുന്നു, തിരിച്ച് 6 മണിയാകുമ്പോൾ റൂമിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, കടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ എണീച്ച് ഡ്യൂട്ടിക്ക് പോകുന്നു. ഇതുതന്നെയാണ് ഞാൻ ഒരു 5 വർഷത്തോളമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്ത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ലൂപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം. അതിനർത്ഥം എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട പണിയെടുക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മടുത്ത് ശരിക്കും. എനിക്കിങ്ങനെ പുറത്തൊക്കെ പോകണം, ആൾക്കാരെ കാണണം, പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ കിട്ടണം. ആ ഒരു മൈൻഡ് എനിക്ക് എന്താ അറിയില്ല എവിടെ നിന്നൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് ഈ ഒരു ചിന്ത മാത്രമാണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് എന്ത് പുതിയൊരു കാര്യം ചെയ്യണം, ഈ ഒരു ലൂപ്പിൽ നിന്ന് എങ്ങനെ പുറത്തു പോകണം. കാരണം പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാനും പറ്റൂല. കാരണം എല്ലാവരും പോലെ തന്നെ എനിക്കും കുറേ കമ്മിറ്റ്മെന്റ്സും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോബൊക്കെ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ മതിയാക്കി പോവാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പം എങ്ങനെങ്കിലും ഇവിടെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തു പോകണം, ഈ ഒരു ചിന്ത മാത്രം തന്നെയാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു. അത് ഓഫീസിൽ വരുന്നത് വരെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഓഫീസിൽ വന്നിരുന്ന് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നോർമലി ഞാൻ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്, റിസർച്ച് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് ഇങ്ങനെ കുറേ പഠിക്കും. പക്ഷെ എന്താന്നറിയില്ല, ഇതുവരെ എനിക്കൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് എനിക്ക് ഇന്നൊരു വ്യക്തതയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, കുറച്ച് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഐഡിയാസ് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായത് കൊണ്ടാണ് ഇതുപോലൊരു വീഡിയോസ് ചെയ്യുന്നത്. കാരണം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. നമ്മൾ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ മുമ്പ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിസ്റ്റ്. എന്ത് കാര്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റായിരിക്കോ എന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഒരു യൂട്യൂബർ ഉണ്ട്, അലി അബ്ദുൽ എന്ന് പറഞ്ഞിട്ട്. മൂപ്പർ ഒരു വീഡിയോസ് ഉണ്ട്. മൂപ്പർ അതിൽ പറയുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒരു ഭയങ്കരമായിട്ട് ക്വാളിറ്റിയോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടി നോക്കണ്ട. ഒരു 100 വീഡിയോ നിങ്ങൾ ക്വാളിറ്റി നോക്കാണ്ട് വെറുതെ അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ കുറേ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ കമ്മ്യൂണിക്കേഷൻ ആയാലും, അല്ലെങ്കിൽ എൻ്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു മൈൻഡ് ഉണ്ടായത് കൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തന്നെ ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ മൂപ്പർ അതിൽ പറയുന്നത് തന്നെയാണ്, 100 വീഡിയോ വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുക. ആഫ്റ്റർ 100 വീഡിയോ എന്ത് ചെയ്യുക, മെല്ലെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. എല്ലാ ദിവസവും പോലെ തന്നെ ഇന്നും സെയിം തന്നെയാണ്. ഓഫീസിലേക്ക് വന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് പണി ചെയ്തു. തിരിച്ചിപ്പം ഏകദേശം ഒരു ഉച്ചയായി. തിരിച്ച് ഫുഡ് കഴിക്കണം. വീണ്ടും വൈകുന്നേരം റൂമിലേക്ക് പോകണം. വീണ്ടും കടന്നുറങ്ങണം. ഫുഡ് കഴിക്കണം. അത് ഫുഡ് കഴിച്ച് കടന്നുറങ്ങണം. രാവിലെ എണീക്കണം. വീണ്ടും പണിക്ക് പോകണം. അപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ.